ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ആ ഘട്ടത്തിലാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നേരിട്ട് തന്നെ പങ്കെടുക്കും, പ്രതിഷേധങ്ങൾ കാര്യമാക്കാതെ തന്നെ ഈ പ്രസംഗത്തിലെല്ലാം പങ്കെടുക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ LDF കൺവീനർ EP ജയരാജൻ റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുകയാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ പങ്കെടുക്കും, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയാണ് ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം ആ ഗവൺമെൻറ്റിന് വേണ്ടി നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഒരു പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടതല്ല. അത് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള, ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ചുമതലയുടെ ഭാഗമാണിതെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് ഗവർണറുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഗവർണർ അല്ലാതായി. അതുകൊണ്ട് നയപ്രഖ്യാപനം, ആ നയപ്രഖ്യാപനത്തിൽ തന്നെ ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യക്തിപരമായി ഉണ്ടെങ്കിൽ പോലും ഒരു ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം ആണ് നിയമസഭയിൽ ഗവർണർ വായിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 നയപ്രഖ്യാപന പ്രസംഗങ്ങളിലും ഗവർണർ വ്യക്തിപരമായ കുറേ പരാമർശങ്ങൾ കൂടി ഇതിൽ സർക്കാരിൻ്റെ അഭിപ്രായത്തിൽ വ്യത്യസ്തമായി പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പോര് മുറുകുന്ന സാഹചര്യത്തിൽ ഗവർണർ ഒരുപക്ഷെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫെഡറൽ സംവിധാനം ശക്തമാകൂ. ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടുവരുന്നൊരു പ്രവണത, കേന്ദ്ര ഗവൺമെൻറ് അവരുടെ നിശ്ചയിക്കുന്ന അധികാര കേന്ദ്രമാണ് ഗവർണറും ഗവർണർ ഭവനവും ഒക്കെ. ഇപ്പോൾ തിരുവനന്തപുരം നമ്മുടെ ഗവർണർ ആസ്ഥാനം രാജ്ഭവൻ, ആ രാജ്ഭവൻ ഈ ഗവർണറുടെ ആസ്ഥാനമാണ്, ഒരു ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തന കേന്ദ്രമാണ്. അത്തരം രാജ്ഭവനും ഗവൺമെൻറ്റും തമ്മിൽ ഒരു തരത്തിലുള്ള അകൽച്ചയും സാധാരണ ഉണ്ടാകാറില്ല. പിന്നെ ഇന്ത്യയുടെ ചരിത്രമെടുത്താൽ 1959 കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ വിരുദ്ധമായി നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നൊരു ഗവൺമെൻറ്റിനെ കേന്ദ്ര അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിട്ടത്. അത് കോൺഗ്രസ് ഭരണഘടനാ ലംഘനം നടത്തി ജനാധിപത്യത്തിന് നേരെ കടന്നാക്രമണം നടത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്ന ഗവർണർമാർ പൊതുവെ ആ ഭരണ സംവിധാനത്തിൽ, ഫെഡറൽ സംവിധാനത്തെ ശക്തമാക്കാൻ കഴിയത്തക്ക നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണെങ്കിലും അവർ ഭരണഘടനാനുസൃതമായാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഗവർണർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അത്തരമൊരു സംവിധാനത്തിന് അടുത്ത കാലത്ത് കൂടുതൽ ആഘാതമേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിൽ അവിടെ RN രവി ഗവർണറാണ്. എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ബംഗാളിൽ, അവിടുത്തെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ യൂണിയൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹം അവിടുത്തെ ഗവർണറായിരുന്നു. എത്രമാത്രം ആ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടി വല്ലാത്ത അന്തരീക്ഷം വഷളാക്കി. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഡൽഹിയിലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിലെ ജനാധിപത്യ സംവിധാനത്തെയും ഭരണ സംവിധാനത്തെയും എത്രമാത്രമാണ് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെയാണ് ദുർബലപ്പെടുത്തുക, ഇന്ത്യയുടെ ഭരണഘടനയാണ് ദുർബലപ്പെടുത്തുക. ഈ പ്രവണതകളെല്ലാം യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് പ്രവണതയുടെ ഭാഗമാണ്. അത് RSSൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഗവർണർമാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലാതെ അവർക്ക് ഇത്തരത്തിലൊന്നും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കില്ല. മൗനാനുവാദം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഇത് നടത്തുക? ഒരു ഗവർണർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അപ്പോൾ അത് കേന്ദ്ര ഭരണാധികാരികൾ, കേന്ദ്ര ഭരണകക്ഷി അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് നമ്മുടെ ഓരോ സംസ്ഥാനത്തെയും അവർ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനകത്ത് ഇടപെടാൻ നോക്കുന്നു. BJPക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഗവർണർമാരെയും അവരുടെ അധികാരത്തെയും ഉപയോഗപ്പെടുത്തുന്നു.
ഇങ്ങനെയുള്ള ചില നീക്കമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു മന്ത്രിയെ പുറത്താക്കാൻ നിലപാട് സ്വീകരിക്കുകയാണ് ഗവർണർ. സുപ്രീം കോടതി പറഞ്ഞു ഒരു മന്ത്രിയെ പുറത്താക്കാനുള്ള അധികാരം ഗവർണർക്കില്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തും ചെയ്യുക ജനാധിപത്യ വിരുദ്ധമായി ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു അനുബന്ധമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള BJP ഗവൺമെൻറ്റിൻ്റെ യാത്രയുടെ ഒരു രംഗമാണ് നമ്മൾ കഴിഞ്ഞ ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ 146 പ്രതിപക്ഷ MPമാരെ പുറത്താക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ അങ്ങേയറ്റം കളങ്കപ്പെടുത്തുന്നതാണത്. ചിലപ്പോൾ പാർലമെൻറ്റിൽ സഭകളിൽ എന്തെങ്കിലും ചില ബഹളങ്ങളൊക്കെ പ്രശ്നങ്ങൾ നടക്കും. ഭരണകക്ഷിക്കാരും പ്രതിപക്ഷവും തമ്മിൽ പ്രശ്നങ്ങളിലൊക്കെ പറയുമെങ്കിലും അത് അവിടെ അവസാനിക്കും. ചിലപ്പോൾ ചില പ്രശ്നങ്ങളിൽ നടപടിയെടുക്കും, സസ്പെൻഷൻ ഉണ്ടാകും. ആ സസ്പെൻഷൻ കഴിഞ്ഞാൽ ഉടനടി ഭരണ പ്രതിപക്ഷ നേതാക്കളെല്ലാം വിളിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് സഭയുടെ നടത്തിപ്പ് സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടെ അതല്ല കാണുന്നത്. സഭയുടെ നടത്തിപ്പൊന്നും ഒരു ആവശ്യമേ ഇല്ല എന്ന നിലയിലേക്ക് ഭരണകക്ഷി തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അദാനിക്കെതിരായിട്ട് ഒരു ചോദ്യം പാർലമെൻറ്റിൽ ചോദിച്ചതിൻ്റെ പേരിൽ ഒരു MPയെ പുറത്താക്കുകയാണ്. ആ പുറത്താക്കിയ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് MPമാർ. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മുഴുവൻ പുറത്താക്കുകയാണ്. 146 പ്രതിപക്ഷ MPമാരെ പുറത്താക്കിയിട്ട് പാസ്സാക്കിയ ഒരു നിയമം, ചില നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നിയമം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം ഭേദഗതിപ്പെടുത്തി എന്നുള്ളതാണ്. നേരത്തെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഇവരായിരുന്നു 3 അംഗ സമിതി. ഇപ്പോഴത് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഭൂരിപക്ഷം ഭരണകക്ഷിക്കായില്ലേ. അങ്ങനെ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ നിശ്ചയിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുക എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തെ രൂപപ്പെടുത്തുകയല്ലേ. എത്രമാത്രം അപകടകരമാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഭരണകക്ഷിക്ക് വേണ്ടി, ഭരിക്കുന്ന BJP RSSന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ നിശ്ചയിക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉപയോഗിച്ച് പാസ്സാക്കിയെടുക്കുകയല്ലേ. എത്ര വഴിവിട്ട പോക്കാണത്. ഇതിന് ഞാൻ പ്രധാനമായും പറയുന്നത്, ഈ 146 MPമാരിൽ ഇവിടെ കേരളത്തിൽ 20 MPമാരിൽ ലോകസഭയിൽ 20 പേരിൽ 18 പേര് UDF അല്ലേ. ആരെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാക്കിയോ? ഈ 18 MPമാരുടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു പ്രതിഷേധം നടന്നോ? MPമാരെ പുറത്താക്കുകയാണ് പാർലമെൻറ്റിൽ നിന്ന്. ഒരു പ്രതികരണം ഉണ്ടായോ? കോൺഗ്രസ് ഈ കാര്യങ്ങളിലെല്ലാം ഒരു മൗനം തുടരുകയാണ്. കോൺഗ്രസ് ദുർബലപ്പെടുകയാണ്. രാഷ്ട്രീയമായി പ്രശ്നങ്ങളോട് ശരിയായ നിലയിൽ പ്രതികരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല, ദുർബലപ്പെടുകയാണ്. നയം രൂപീകരിക്കാൻ സാധിക്കുന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ തന്നെ അയോധ്യയിലെ ക്ഷേത്ര പ്രശ്നം, ആ പ്രശ്നങ്ങളുടെ പേരിൽ കോൺഗ്രസ്സിൽ എത്ര ചേരിയാണ്? നിലപാടെടുക്കാൻ അവർക്ക് നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് രാഷ്ട്രീയമായ ഒരു നിരീക്ഷണമില്ല, രാഷ്ട്രീയമായൊരു അഭിപ്രായമില്ല. അതുകൊണ്ട് ഇങ്ങനെ അവസരവാദപരമായ നിലപാടുകളും സമീപനങ്ങളും നിരീക്ഷണങ്ങളുമാണ് കോൺഗ്രസ്സിനുള്ളത്. അത് കോൺഗ്രസ്സിനെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തും. ഈ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിമർശനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗവും മറ്റ് ഭരണഘടനാ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ തന്നെയാണ് ഇടതുപക്ഷം തീരുമാനിക്കുന്നത്. അത് ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയാണ്. അത് ഗവർണർ നിശ്ചയിച്ചേ പറ്റൂ. അതിൽ ഗവർണർക്കൊന്നും ഞാൻ പ്രസംഗം വായിക്കില്ല എന്ന് പറഞ്ഞ് പോകാനൊന്നും പറ്റില്ല. അത് ഭരണഘടനാപരമായ ദൗത്യമാണ്. യഥാർത്ഥത്തിൽ ഗവർണർമാർ ജെന്റിൽമാൻമാർ, ഉയർന്ന തരത്തിൽ ചിന്തിക്കുന്ന പൊളിറ്റീഷ്യൻസ്, ഭരണാധികാരികൾ, ജനസേവകന്മാരായി ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ഏറ്റുമുട്ടാൻ പുറപ്പെടില്ല. ഇവിടെ ഏറ്റുമുട്ടേണ്ട പ്രശ്നം എന്താ ഉള്ളത്? ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇവിടെ തർക്കത്തിന് എന്താ വിഷയമുള്ളത്? പക്ഷേ ജനകീയ പ്രശ്നങ്ങൾ ദുർബലപ്പെടുത്താനാണ് ഗവർണർ പദവിയെയും അധികാരത്തെയും ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഇന്ന് അനിശ്ചിതത്വത്തിലല്ലേ. ഒരു നിയമം പാസ്സാക്കാൻ കഴിയുന്നുണ്ടോ? സെനറ്റ് രൂപീകരിക്കാൻ കഴിയുന്നുണ്ടോ? അതിൻ്റെ സിൻഡിക്കേറ്റ് രൂപീകരിക്കാൻ കഴിയുന്നുണ്ടോ? ആ അനിശ്ചിതത്വം സൃഷ്ടിച്ചത് വെറുതെയല്ലേ. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും RSS സംഘപരിവാർ പിടിച്ചടക്കുകയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി, JNU യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അലിഗഡ് സർവകലാശാല, പൂന സർവകലാശാല എല്ലാം പിടിച്ചടക്കുകയാണ്.
RSS പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠന വിഷയങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ ദുർബലപ്പെടുത്തി അതിനെ നിർജീവമാക്കി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാങ്കല്പിക കഥകളും പഠിപ്പിക്കുകയാണ്. അതിലേക്കാണ് ബുദ്ധിയെ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ലോകത്തിൻ്റെ വികാസമെന്ന് പഠിപ്പിക്കുകയല്ല. ഇന്ത്യ ചന്ദ്രയാനിലേക്ക് പോകുന്ന രാജ്യമല്ലേ, റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമല്ലേ. അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിച്ച് വളർന്നു വരേണ്ട, ബുദ്ധിപരമായി വളർന്നു വരേണ്ട ഒരു വലിയ സമൂഹത്തെ ദുർബലപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി 9 ഗവർണർ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് ഒപ്പിടാതെ വെച്ചിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷം രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെ തീരുമാനിച്ചതാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഗവർണർ ഇടുക്കിയിലെ LDF ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിച്ചത്. ഒരു വ്യാപാരികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ ഇടുക്കിയിലേക്ക് ആ ദിവസം തന്നെ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9 ഇടുക്കിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇടുക്കിയിലെ ജില്ലാ കമ്മിറ്റികളും അവിടുത്തെ LDFും തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് എൻ്റെ അധികാരപരിധിയിലോ വരുന്നതല്ല. അതവിടെ അവരാലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമം അത് 10,000-കണക്കിന് കൃഷിക്കാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്ന സ്തംഭനാവസ്ഥ ഒഴിവാക്കി ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു നിയമമാണ് പാസ്സാക്കിയത്. ആ നിയമത്തിന് അംഗീകാരം കൊടുക്കില്ല, തടഞ്ഞു വെക്കുന്നു, ദീർഘിപ്പിക്കുന്നു, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ സംഘപരിവാർ RSS BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റ് പ്രവണതകൾ, ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾ, ജനാധിപത്യ വിരുദ്ധ നടപടികൾ, ഇതെല്ലാം ജനങ്ങൾ നല്ലതുപോലെ നിരീക്ഷിച്ച് ഇന്ത്യയിൽ ജനാധിപത്യ പുനഃസ്ഥാപനത്തിന്, മതസാഹോദര്യം പുനഃസ്ഥാപിക്കാൻ, മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്യവേദിയായി വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രൂപപ്പെടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി, അതായത് ഒന്ന് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള സ്തംഭനാവസ്ഥ സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മറുഭാഗത്ത് സാമ്പത്തികപരമായി കേരള സംസ്ഥാനത്തെ ഒരു ഞെരുക്കിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനു പുറമെ തന്നെ BJP അവരുടെ ഇലക്ഷൻ പ്രചരണം കേരളത്തിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നു. കൃത്യമായി ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് CPM-നെയും കേരളത്തിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവർ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയല്ലേ? അതെല്ലാം വ്യാമോഹങ്ങളും സാങ്കല്പികമായ ചിന്തകളുമാണ്. ഇതൊന്നും കേരള സമൂഹത്തിൽ വില പോകില്ല. ഇവിടെ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കുറേ ഉറപ്പ് പറയുന്നുണ്ട്. എന്തിനാ ഉറപ്പ്? നടപ്പിലാക്കേണ്ട ആൾ പ്രധാനമന്ത്രിയല്ലേ. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ തൊഴിൽ രഹിതർക്ക് ജോലി കൊടുക്കേണ്ട ഭരണസങ്കേതത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രിയല്ലേ. പിന്നെന്തിനാ ഉറപ്പ്? ആദ്യഘട്ടത്തിൽ 10 വർഷം മുമ്പ് കൊടുത്ത ഉറപ്പുകൾ ഇപ്പോഴും അതെ. അദ്ദേഹം തൊഴിൽ രഹിതരായിട്ടുള്ള 10 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തോ? 10 കോടി ഗ്യാസ് കണക്ഷൻ കൊടുത്തോ? ഗ്യാസിൻ്റെ വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. പെട്രോളിൻ്റെ വില 50 രൂപയായിട്ട് നിജപ്പെടുത്തിയിട്ട് എല്ലാവർക്കും കൊടുക്കുമെന്ന് കൊടുത്തോ? ഇപ്പം 103 രൂപയോ മറ്റാണ് പെട്രോളിൻ്റെ വില. കൊടുത്തില്ലല്ലോ. സ്ത്രീ സംവരണം, എന്നാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ സ്ത്രീ സംവരണം എന്താ കൊണ്ടുവരാത്തത്? സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീ അവകാശത്തെയും നിഷേധിക്കുന്നതാണ് RSS. മനുസ്മൃതി അതാണ് പറയുന്നത്. സതീ സമ്പ്രദായത്തെ താലോലിച്ചവരാണ് അവർ, സ്ത്രീത്വത്തെ അംഗീകരിക്കുന്നവരല്ല. അങ്ങനെയുള്ള BJP എന്ത് സ്ത്രീ റിസർവേഷനാണ്? ഈ കേരളത്തിൻ്റെ നോക്കൂ നിങ്ങൾ. കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ നയം ആവിഷ്കരിക്കാൻ. ഇവിടെ ആവിഷ്കരിച്ചില്ലേ? 50% സ്ത്രീ റിസർവേഷൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ റിസർവേഷൻ നടപ്പിലാക്കിയില്ലേ? പട്ടികജാതി പട്ടികവർഗ റിസർവേഷൻ നടപ്പിലാക്കിയില്ലേ? 50% സ്ത്രീകളല്ലേ ഈ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയില്ലേ? എന്നാൽ ഇതുപോലൊരു നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കി നടപ്പിലാക്കുമോ? സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ റിസർവേഷൻ കൊടുക്കാനേ പറ്റൂ. നിയമസഭ തെരഞ്ഞെടുപ്പിൽ റിസർവേഷൻ കൊടുക്കാൻ അധികാരമില്ല. അത് പാർലമെൻറ്റ് നിയമം പാസ്സാക്കണം. എന്നാൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയോ? സ്ത്രീ സംവരണം ഉറപ്പ് വരുത്തിക്കൂടെ? കൊടുക്കുന്നുണ്ടോ? ഇനി ഈ സ്ത്രീ സംവരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും വരും?
ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ വരുമോ? ഈ അയോധ്യ ക്ഷേത്രം പോലെ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പോലെയുള്ള പരിപാടിയാണ്. അതാണ് ഈ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പള്ളി പൊളിക്കുന്നു, ക്ഷേത്രം പണിയുന്നു, അത് വികാരമുണ്ടാക്കുന്നു, മതവൽക്കരണം ശക്തിപ്പെടുത്തുന്നു, വർഗീയത ശക്തിപ്പെടുത്തുന്നു, ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇതൊക്കെ എവിടെ കൊണ്ട് എന്നെത്തിക്കും രാജ്യത്തെ? ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലുള്ളത് മതനിരപേക്ഷതയുടെ ബോധമാണ്. ആ ജനങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യമുണ്ട്. ആ ജനങ്ങൾക്ക് ഇടയിലുള്ള സാഹോദര്യവും പരസ്പര വിശ്വാസവും സ്നേഹവും വാത്സല്യവും പരസ്പര വിശ്വാസവും എല്ലാം ഈ BJP RSS സംഘപരിവാർ തകർത്ത് തരിപ്പണമാക്കുകയല്ലേ? ഇതിനോടൊപ്പം ഇന്ത്യൻ ജനത സഞ്ചരിക്കുമെന്നാണോ? തീർച്ചയായും സ്ത്രീകളുടെ സുരക്ഷിതത്വം, കേരളത്തിൻ്റെ സമഗ്രമായ വികസനം, തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ, എല്ലാവർക്കും വീട് ലഭ്യമാക്കാൻ നടപടികൾ, ഇതെല്ലാം ലഭ്യമാകണമെങ്കിൽ BJPയുടെ ദുർഭരണം ഇന്ത്യ രാജ്യത്ത് അവസാനിക്കണം. ഇത് ജനങ്ങൾ ചിന്തിക്കുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തികമായി 65,000 കോടി രൂപ കഴിഞ്ഞ വർഷം കിട്ടിയ സംഖ്യ ഈ വർഷം തരുന്നില്ല. എങ്കിലും അതിനെല്ലാം മറികടക്കത്തക്ക നിലയിൽ പരമാവധി വിഭവ സമാഹരണം നടത്തി കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും സമഗ്ര വികസനം നടപ്പിലാക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്. ശബരി റെയിൽപാതയ്ക്ക് ഇപ്പോൾ മുഴുവൻ ലാൻഡ് എടുക്കണമെങ്കിൽ 50% സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ സംസ്ഥാനങ്ങൾ കാശ് കൊടുക്കണ്ട. ഇവിടെ നാഷണൽ ഹൈവേ എങ്ങനെയാണ് വർക്ക് നടക്കുന്നത്? ഇന്ത്യയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പിലാക്കുന്ന എല്ലാ റോഡുകളുടെയും ലാൻഡ് എക്വിസിഷൻ, ലാൻഡ് വാല്യൂ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നു. അത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവരത് ടോൾ പിരിക്കാനും BOT വ്യവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ നടത്താനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ. അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഇപ്പോഴാകട്ടെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാൻ 6500 കോടി ഭൂമി ലാൻഡ് ഏറ്റെടുക്കാൻ കേരള ഗവൺമെൻറ് കൊടുത്തു. ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കൊടുത്തിട്ടില്ല. 25% സംസ്ഥാനം തരണമെന്ന് പറഞ്ഞു. കാരണം അത് കേരളത്തിൽ ആ പദ്ധതി വരാതിരിക്കലായിരുന്നു കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ എന്ത് വിഷമം സഹിച്ചു? 6500 കോടി കൊടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് 6500 കോടി രൂപ കൊടുത്ത് ലാൻഡ് എക്വിസിഷൻ നടത്തി. ആ നാഷണൽ ഹൈവേയുടെ വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ കേരളം തരണം പണം എന്ന് പറഞ്ഞുകൊണ്ട് വികസനത്തെ മുരടിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു നല്ല പാർട്ടിയുടെ ലക്ഷണമല്ല. ജനങ്ങളെ സേവിക്കുന്നൊരു പാർട്ടിയുടെ ലക്ഷണമല്ല. ഇതെല്ലാം നല്ലതുപോലെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കേരളം ചരിത്രപരമായ കേരളത്തെ അവഗണിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം അതിൻ്റെ ഇതിഹാസമായിരിക്കും 24 നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ദയനീയമായ തിരിച്ചടി കേരളത്തിലെ ജനത BJPക്ക് നൽകും. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെയാണ് 2024 തെരഞ്ഞെടുപ്പിൽ BJP ഇതര ശക്തികൾ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കും കേരളത്തിലെന്ന് LDF കൺവീനർ പ്രഖ്യാപിക്കുന്നത്. ഗവർണർ നയപ്രഖ്യാപനം നടത്തുന്നത് അതൊരു ഔദാര്യപരമായ സമീപനമല്ല, അത് ഭരണഘടനാപരമായി ഗവർണറുടെ ഉത്തരവാദിത്തമാണെന്നും LDF കൺവീനർ വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.